ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ അവിടെ കരിങ്കല്ലുമൂഴിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എരുമേലിക്ക് ടൗൺ തൊട്ടടുത്താണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഇവിടെ പാറമട ക്വാറി മാഫിയ ശരിക്കും ഞാൻ കണ്ടൊരു ശരിക്കും പറഞ്ഞാൽ മാരകം കേട്ടോ, പറയാൻ നിവൃത്തിയില്ല. അത്രമാത്രം ലോറികളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ വലിപ്പമൊക്കെ ഞാൻ പേടിച്ചു പോകും. ഞാനിങ്ങനെ പോയി കഴിയുമ്പോൾ കാണുന്ന പറഞ്ഞാൽ ഇങ്ങനെ തുരുതുരാ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ അവിടുന്ന് എരുമേലി അല്ലെങ്കിൽ മുക്കൂട്ടുതറ റാന്നി റോഡിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ വണ്ടികളുടെ ഒരു വരവെന്ന് കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വണ്ടിക്ക് വലിയ സ്പീഡൊന്നുമില്ല, ഈ പറഞ്ഞ സ്പീഡില്ല, ആൾക്കാരെ ഒന്നും ഇടിച്ചു പോലും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത്രമാത്രം വണ്ടികൾ ആ റോഡിനെ എങ്ങനെ താങ്ങും എന്നുള്ളത്, ആ റോഡിൽ ആ വണ്ടി എരുമേലി ഭാഗത്തു നിന്ന് റാന്നിലേക്ക് പോകുന്ന വഴി മുഴുവൻ പാച്ച് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ എണ്ണിയാൽ 100-ൽ കുറയാത്ത പാച്ച് വർക്കാണ് ആ റോഡിൽ ചെയ്തിരിക്കുന്നത്. 10-15 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ റോഡാണ്. അതിനനുസരിച്ച് വണ്ടി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് റാന്നി ഭാഗത്ത് നിന്ന് എരുമേലിയിലേക്ക് വരുമ്പോൾ വലിയ ഭാരമില്ല. തിരിച്ച് അങ്ങോട്ട് പോകുന്നിടത്ത് ഈ റോഡിൽ ഇടിഞ്ഞ് താന്നിട്ട് പല ഭാഗത്തും താന്നിട്ട് അവിടെ മുഴുവൻ നശിച്ച് നാറാണക്കൽ പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് നശിച്ചെന്നില്ല, അതിൻ്റെ മണ്ടയ്ക്കൂടെ ഇവർ പിന്നെ പൊതുവരാമത്ത്. ഇതിലാരാണ് എൻ്റെ സ്പോൺസർ എന്നാണ് മനസ്സിലാകാത്തത്. അത്രമാത്രം ഉത്തരവാദിത്തോടെ. പിന്നെ അതിനകത്ത് വലിയൊരു കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ കാറിലാണ് പോകുന്നതെങ്കിലും ഓരോ ഇങ്ങനെ കഷ്ണമായിട്ടാണ് അവിടെ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ നമ്മൾ പോകുമ്പോൾ ഈ ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ പൊങ്ങിയാണ് നിൽക്കുന്നത്. ബൈക്ക് യാത്രികനാണെങ്കിൽ അവൻ മറിയും, പെടരും. ആ ഒരവസ്ഥയാണ്. അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മണ്ട ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? അതിനേക്കാൾ വലിയ കോമഡി, അവിടെ ആ കരിങ്കല്ലുമൂഴി ജംഗ്ഷനിൽ അവിടെ 5 ദിവസമായില്ല അവിടെ ടാറിങ് ഒട്ടിച്ചിട്ട്. ഒരു റൊട്ടീൻ പരിപാടിയാണ് അത്. ഓൾറെഡി 3 ദിവസം കഴിഞ്ഞപ്പോഴേ ഇളകിപ്പോയി. ഇതൊക്കെ കാണാനും കേൾക്കാനും പറയാനും ആരുമില്ല. ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങളവിടെ പോയി നോക്കണം. 5 ദിവസമായില്ല. എന്താ കാര്യം എന്നറിയോ? കരിങ്കല്ലുമൂഴി ഇറങ്ങി വന്നിട്ട് ഇവർ വളവ് തിരിയുമ്പോൾ അവിടെ അത്രയും ഭാരം, നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തൊരു ഭാരമാണെന്ന് ഓർത്തോണം. ബൈക്കോ ബസ്സോ പോകുന്നതല്ല, ടൺ കണക്കിന് കരിങ്കല്ല് കയറ്റിയ ലോറികൾ ആണ് അതുവഴി ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ജംഗ്ഷൻ തിരിയുന്നതുകൊണ്ട് ഞാനത് ഇതോടൊപ്പം ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതങ്ങ് ഇരുന്ന് പോവുകയാണ്. അവിടെ റോഡ് ഇരുന്ന് പോവുകയാണ്. അവിടെ എന്തെങ്കിലും ഒന്നുകിൽ ആ വണ്ടി വഴി തിരിച്ചു വിടുക, അല്ലെങ്കിൽ നാളെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? അവിടുത്തെ കുറേ വീട്ടുകാർക്ക് അല്ല, ഈ അപകടം ഉണ്ടായവൻ്റെ വീട്ടുകാർക്ക് മാത്രം കഷ്ടത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തൽക്കാലം നിർത്തുകയാണ്. 2 സബ്ജക്റ്റ് പറയേണ്ടി വന്നതിൽ കാരണം ഇതിൽ നമുക്ക് ഈ വാർത്തകളുടെ ആധിക്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.